ഹായ് നമസ്കാരം. ഞങ്ങളേ ഇപ്പോൾ ബൈന്ദൂരാണ് കേട്ടോ. ബൈന്ദൂർ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത്. ഇവിടെ ഞങ്ങൾ മുരുടേശ്വർ പോകാൻ വേണ്ടിയിട്ട് ബസ് കാത്ത് നിൽക്കുകയാണ്. ബസ് കാത്ത് ഇരിക്കുകയാണ് കേട്ടോ. ഇവിടെ ബസ് ഷെൽട്ടറിൽ ഇരിക്കുകയാണ്. മുരുടേശ്വർ കാണാനാണ് പോകുന്നത്. അപ്പോൾ ഇനി നിങ്ങളിനി കാണാൻ പോകുന്നത് മുരുടേശ്വരിലെ കാഴ്ചകളാണ് കേട്ടോ. ഇപ്പോൾ ഇതിൻ്റെ ഞങ്ങളിരിക്കുന്നതിന് തൊട്ട് മുൻപിലായിട്ടാണ് ബൈന്ദൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന വഴി. ഞാനത് ഇപ്പോൾ കാണിച്ചു തരാം. ഇത് ഹൈവേ ആണ്, നാഷണൽ ഹൈവേ ആണ്. ഈ നാഷണൽ ഹൈവേ അവിടെ ഹോട്ടൽ ശിവസാഗർ എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ബോർഡ് എഴുതി വെച്ച് കാണാം. അവിടെ നിന്ന് നേരെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തും. ആ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന ബസ്സുകളൊക്കെ അവിടെ ഒരു ഷെൽട്ടറുണ്ട്. ആ ഷെൽട്ടറിൻ്റെ ഉള്ളിലാണ് വന്ന് നിൽക്കുക. അവിടെ ബസ് സ്റ്റാൻഡാണത്. ആ ബസ് സ്റ്റാൻഡിലാണ് വരിക. ഇവിടുന്ന് നമ്മൾ ബസ് കയറിയിട്ട് ആ ബസ് പോകുന്നുണ്ടോ. മുരുടേശ്വരയുടെ എൻട്രൻസ് ആണ് കേട്ടോ. ഇവിടെ ഇവിടെയാണ് ബസ് ഇറങ്ങേണ്ടത്. ഞങ്ങളിതാ ഈ ബസ്സിലാണ് ഞങ്ങൾ വന്നത് കേട്ടോ. കർണാടക സ്റ്റേറ്റ് ട്രാൻസ്പോർട്ടിൻ്റെ ബസ്സാണ്. ആ ബസ്സിലാണ് ഞങ്ങളിവിടെ മുരുടേശ്വരം വന്ന് ഇറങ്ങിയത്. ഇനിയിപ്പോൾ ഇവിടുന്ന് പ്രൈവറ്റ് ബസ് ഉണ്ടെന്ന് പറഞ്ഞ അവിടേക്ക് പ്രൈവറ്റ് ബസ്സിൽ കയറണം, അത് ഓട്ടോറിക്ഷയ്ക്ക് പോകണമെന്ന് ഞങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഓട്ടോന് എത്ര ചാർജ് നോക്കാം. എത്ര? അപ്പോഴേ 50 രൂപ ഓട്ടോറിക്ഷ കേട്ടോ. അവിടെ വാ, 50 രൂപ ഉള്ളൂ. 2 കിലോമീറ്റർ 2 പേർക്ക് കയറാം. 50 രൂപയ്ക്ക് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഓട്ടോറിക്ഷയിൽ കയറിക്കോളൂ. മുരുടേശ്വറിലേക്ക് 2 കിലോമീറ്റർ ഉള്ളൂ. ഞങ്ങൾ 50 രൂപ കൊടുത്തിട്ട് ഞങ്ങൾ മുരുടേശ്വരിൽ പോകണം. ഈ ഓട്ടോറിക്ഷയിൽ കേട്ടോ. കവടൊക്കെ ഞെടുത്തു. ഇവിടെ വരുമ്പോൾ എടുക്കാം. ഇനിയിപ്പോൾ ഈ ഓട്ടോറിക്ഷയിലാണ് ഞങ്ങളുടെ യാത്ര കേട്ടോ. മുരുടേശ്വർ പോയി കണ്ടിട്ട് ഞങ്ങളുണ്ട് വരും. ഓട്ടോറിക്ഷയിൽ പോയിട്ട് ഇപ്പോൾ മുരുടേശ്വർ ഓട്ടോറിക്ഷ നല്ല കലകളുണ്ട് കേട്ടോ. കണ്ടുകൊണ്ട് ആ കാണണ്ട മുരുടേശ്വർ. അപ്പൊ മുരുടേശ്വർ എത്താറായിട്ട് അതാ കാണുന്നു മുരുടേശ്വർ. വർഷങ്ങൾ എത്രയാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല കേട്ടോ. എന്തായാലും സാധിച്ചല്ലോ. ബസ് സ്റ്റാൻഡാന്ന് തോന്നുന്നു. റോഡ് സൈഡിനോട് നല്ല തിരക്കുണ്ടല്ലോ. നല്ല തിരക്കുണ്ട് കേട്ടോ. തൊട്ടടുത്ത് അവിടെ ഒരു ബീച്ചുണ്ട്. അവിടെ ബീച്ചുണ്ട് കാണാൻ. മുകളിൽ കയറി ബീച്ച് കാണാൻ പോരുക. അത്രേ ഉള്ളൂ. നടുക്കൊരു സാധനം തിരിച്ചു വരുമ്പോ എടുക്കാം. അവിടെ കുളം പോലെ ശ്രീ മുരുടേശ്വർ ടെമ്പിൾ അടിയിലേക്ക് എടുക്കണമെങ്കിലേ തിരിച്ചു വരുമ്പോ എടുക്കണം. എന്റെ ഭഗവാനെ, ആ കണ്ടോ മുരുടേശ്വറിന്റെ എന്തൊരു ഉയരല്ലേ. ഇതിപ്പോ എപ്പോഴും ഇതിന്റെ പണി നടന്നുകൊണ്ടിരിക്കാന്ന് തോന്നുന്നുണ്ടല്ലോ. വാ വാ വാ. മഹാതോബാർ ശ്രീ മുരുടേശ്വര ടെമ്പിൾ അങ്ങനെയാണ് അതിൻ്റെ പേര്. എവിടെയാ വാ, വഴി തട്ടണ്ടേ. മഹാതോബാർ ശ്രീ മുരുടേശ്വര ടെമ്പിൾ എന്നാണ് അതിൻ്റെ പേര് കേട്ടോ. ബാബാ ബാബാ, അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് പോയി നോക്കാം. ബാ, മറ്റവരോടെ പോയി, മറ്റൊരു പോയോ? അവരങ്ങോട്ട് പോയി നോണ്ട്. ആ ഇവിടെ തന്നെ കടലും.
എന്താ എന്തൊരു മീൻ മഞ്ചിയ ടിക്കറ്റ് എടുക്കണല്ല ടിക്കറ്റ് അതിന്റെ മുകളിൽ കയറാനാണ്. എന്തിനാണോ ടിക്കറ്റ്? ലിഫ്റ്റാണോ? ലിഫ്റ്റ് ഇതിന്റെ മുകളിൽ കയറാനോ? ആ ലിഫ്റ്റാ. അത് ലഗേജ് കൗണ്ടർ. അത് അത് ലഗേജ് കൗണ്ടർ. ആഹാ, വഞ്ചികളിനെ കറക്കി കയറ്റിട്ട് തന്നെ ഉണ്ടോ ബോട്ടുകള്? കാണാനില്ല, വെയില് കാണാൻ. ഇതടച്ചേ കേട്ടാ. നല്ല തിരക്കാണ് കേട്ടോ, ഇഷ്ടം പോലെ ആളുകളാ. നമുക്കിതാ ഗോപുരത്തിന്റെ മുകളിലൊക്കെ പോയിട്ട് വരാം. കോബാർ ശ്രീ മുരുടേശ്വർ ദേവ. ശിവന്റെ പ്രതിമ ദേടി കണ്ട അവിടെ വരെ പോകണ്ട ആൾക്കാര്. ഏതൊക്കെ ആൾക്കാര് അവിടെ അതിന്റെ അവിടേക്ക് അത് ഓക്കെ. ഇതിലേ കയറി പോണം. ഇതിലേ എങ്ങനെ കയറി പോണട്ടോ. അതാ ഇപ്പോൾ പോയ സ്ഥലത്തേ അവിടെ ഭക്ഷണം കൊടുക്കുന്ന സ്ഥലമാണ്. അപ്പോൾ നമുക്കിത് അതിൻ്റെ ഉള്ളിൽ കൂടിയാണ്, അതിൻ്റെ ഉള്ളിലേക്ക് കടക്കാനുള്ള വഴി എന്നൊക്കെയാണ് പറഞ്ഞു വരും. നോക്കാം, നമുക്ക് വാ. ഇതിലേ നമുക്കൊണ്ട് കയറാം. എവിടെയാണ് എൻട്രൻസ് എന്നുള്ളത് കറക്റ്റായിട്ടുള്ളത്. ഭയങ്കര വെയിൽ, ചൂട് അസാമാന്യ ചൂടാണ് കേട്ടോ. നമസ്കാരം. അപ്പം അങ്ങനെ മുരുടേശ്വരത്തി ഞങ്ങൾ മുരുടേശ്വരം എത്തി കേട്ടോ. മുരുടേശ്വരം എത്തി. ഇപ്പം മുരുടേശ്വരം ചില സമയം ഉച്ചതിരിഞ്ഞ് 2 മണി സമയമാണ്. അപ്പോൾ 3 മണിക്കാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശനമുള്ളൂ. അപ്പോൾ അതുവരെ നമുക്ക് കാത്തിരിക്കണം. എന്തായാലും ഇതിൻ്റെ ഉള്ളിൽ കയറി ഇതൊക്കെ കണ്ട് എന്നിട്ടൊക്കെ നമ്മൾ പുറത്തേക്ക് കിടക്കാനുള്ള ഉദ്ദേശമുള്ളൂ. അപ്പോൾ ഇവിടെ ഒരു ബീച്ചൊക്കെ ഉണ്ട്. ആ ബീച്ചൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് വരാം. വാ, ആ ബീച്ചിലേക്ക് പോകാൻ കേട്ടോ. നമ്മൾ ഉള്ളിൽ കയറിട്ടപ്പോൾ പോണുള്ളൂ. അമ്പോ പിന്നെ കാണേണ്ട കാഴ്ചയാണെന്നോ. ഇതെല്ലാം നമ്മുടെ ഇന്ത്യയിൽ തന്നെയാണ് എന്ന് പറയുന്നത്. നമ്മൾ ഇന്ത്യയിൽ തന്നെയാണ് ഇതൊക്കെ എന്ന് പറയുമ്പോഴല്ലോ, നമ്മൾ ഇന്ത്യക്കാരാണ് എന്ന് പറയുന്നതിൽ ഒരുപാട് അഭിമാനം തോന്നുന്നു. കാരണം അതൊക്കെ ഇവിടുന്ന് ശിവന്റെ വ്യൂ നോക്കി നമ്മൾ അതിൻ്റെ മുകളിൽ വരെ വാഹനങ്ങൾക്ക് പോകാൻ പറ്റും. കണ്ടോ ശിവന്റെ പ്രതിമ എന്താ ഭംഗി നോക്കി. ആഹാ ഭഗവാനേ, ഇതൊക്കെ ഞങ്ങളുടെ വലിയൊരു ആഗ്രഹമായിരുന്നു കേട്ടോ. മുരുടേശ്വരമൊക്കെ വരണം, മുരുടേശ്വരം കാണണം എന്നുള്ളതൊക്കെ.
വാ വാ. ഇവിടെ തൊട്ടടുത്ത് കടലുണ്ട് കേട്ടോ, കടൽ തീരമാണ്, വലിയ ബീച്ചാണത്. ബീച്ച് കണ്ടോ, എന്താ രസം നോക്കി ബീച്ച് കാണാനായിട്ട്. മുട്ടിയിട്ടാണ് നിൽക്കണത് കേട്ടോ ഗോപുരം, ആകാശം മുട്ടിയിട്ടാണ് ഈ ഗോപുരം നിൽക്കണത്. നവീൻ ബീച്ച് റെസ്റ്റോറൻ്റ് ആണത്, നവീൻ ബീച്ച് റെസ്റ്റോറൻറ്റ്. അല്ല പിന്നെ കൊല്ലങ്ങളായി നമ്മൾ വിചാരിക്കില്ല അല്ലേ ഇതൊന്ന് കാണാന്ന് വെച്ചിട്ട്. അയ്യോ അവിടെ കൂൾ ഡ്രിങ്ക്സിന്റെ കടച്ചൊക്കെ, കൂൾ ഡ്രിങ്ക്സ് ഉണ്ട് അവിടെ. ആ ഉണ്ട്, കൂൾ ഡ്രിങ്ക്സ് ഉണ്ട്. അപ്പൊ നമുക്കൊന്ന് കുറച്ച് വെള്ളം പിടിച്ച് പിടിക്കാം. അവിടെ നിർത്ത്. നമ്മളെ നവീൻ ബീച്ച് റെസ്റ്റോറൻ്റ് ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് വെറുതെ പോയിട്ട് അതിൻ്റെ മുകളിലൊക്കെ കയറി നോക്കാം. നമുക്ക് എങ്ങനെയുണ്ട് നോക്കാം, കാഴ്ചകളൊക്കെ എങ്ങനെയുണ്ട് നോക്കാനാ. പിന്നെന്ത് അതിൻ്റെ ഉള്ളിലേക്ക് കടക്കാടി നമുക്ക് ഇതില്ലേ, ഇതിലെ പോവാ, ഇതിലെ കടന്നു പോവാം. നമുക്ക് കൊടുത്തുവിട് വായ ഇതിലെ വാ. ഇതിലെ അങ്ങോട്ട് മുകളിലേക്ക് കയറി പോയി നോക്കി തരാം. ആഹാ മുരുടേശ്വരി പരമശിവന്റെ പ്രതിമ, നല്ല ഭംഗി, എന്തൊരു വലിപ്പല്ലേ. ഗോപുരത്തിന്റെ പിൻവശാണ് കേട്ടത്. ക്ഷേത്രം 3 മണിക്കേ തുറക്കുള്ളൂ. ഞങ്ങൾ ഏകദേശം പകുതി ഇങ്ങോട്ട് കയറി കേട്ടോ, പകുതി ഇങ്ങോട്ട് കയറി. ഇനി ശിവന്റെ പ്രതിമ ഇരിക്കണ ഭാഗത്തേക്ക് കയറാൻ പോവാ. എൻ്റെ ഭഗവാനെ, എന്താ ഞാൻ ഈ കാണണേ. എത്ര കാലത്തെ ആഗ്രഹമാണെന്നറിയോ ഇവിടെ വന്ന് ഇതൊന്ന് സന്ദർശിക്കണം എന്നുള്ളത്. ഇപ്പം എനിക്ക് സാധിച്ചു. ഇപ്പം എനിക്കൊരു സന്തോഷമുണ്ട് കേട്ടോ, ഒരുപാട് സന്തോഷമുണ്ട്. ഞങ്ങളേ ഈ മുരുടേശ്വരി വരണം എന്ന് ഞങ്ങൾ ഒരുപാട് കാലമായിട്ട് ആഗ്രഹിക്കുന്നത് കേട്ടോ. സാധിക്കാത്തതുകൊണ്ടാണ്, ജോലി തിരക്ക് കാരണം സാധിക്കാത്തതുകൊണ്ടാണ്. ഇപ്പോഴാണ് ഞങ്ങൾക്ക് സാധ്യത. എന്താണ് കാര്യം? സമാധാനായി. അപ്പൊ ഇനി നമുക്ക് മുകളിലേക്ക് കയറി പോയാലെന്നാ, കയറി മുകളിലേക്ക് കയറി പോട്ടെ. അപ്പൊ ഇതിലെ ഇങ്ങോട്ട് കയറാട്ടോ. എവിടെ നമുക്ക് മുകളിലേക്ക് കയറട്ടെ. അപ്പോഴേക്ക് നീ ഇങ്ങനെ ഇതുകൾ പറയില്ലേ, അവിടെ എന്തിട്ടാന്ന് നമുക്കറിയില്ല എന്തിനാന്നുള്ളത്. നമ്മൾ ആദ്യമായിട്ട് വരുന്നതല്ലേ, അതിനുള്ളിൽ എന്തിനാ നമുക്കറിയില്ലല്ലോ. ഇതിലെ നല്ല കാറ്റുണ്ട് കേട്ടോ. നല്ല കാറ്റാ ചേച്ചിയെ പറയല്ലേ. എല്ലാവരും തണ്ടല് കൈ വെച്ച് നിൽക്കണം പറ്റാണ്ട്. ഞാൻ കയറി പോട്ടെ, എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ള ആൾ ഞാനാ. ഒരു മാസം
ഇത് അവിടുത്തെ വിഗ്രഹം കണ്ടോ? അത് നല്ല രസമുള്ളതാട്ടോ. ഓ ചെരുപ്പിടാൻ നടക്കണം നമ്മളേ. കാല് പൊളണ്, കാലൊക്കെ പൊളഞ്ഞു. എന്ത് നല്ല കാഴ്ച നോക്കി. കടലിന്റെ തീരത്ത് അവിടെ ഒരു നന്ദി. അവിടെ ബുക്കിലാസ കേവ്, അവിടെ ഒരു ഗുഹയുണ്ട്. ബുക്കിലാസ എന്നൊരു ഗുഹയുണ്ട്. ആ ഗുഹയിലേക്ക് പോകാനായിട്ട് 20 രൂപയാണ് എൻട്രൻസ് ഫീസ്. അവിടെ എൻട്രൻസ് എഴുതി വെച്ചിട്ടുണ്ടോ? ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ടായി അത് കാണാനുള്ള ടിക്കറ്റിക്ക് എടുക്കാനുള്ള ക്യൂ ആണിത് കേട്ടോ. എവിടെയാ നിൽക്കണേ? അതെ ഇവിടെ പോയാൽ ദർശനം കിട്ടും കേട്ടോ. ദർശനം കാണാം. ആ ദർശനത്തിന് നമുക്ക് പോവാം. എന്നിട്ട് അവിടെ ടിക്കറ്റ് എടുത്തിട്ട് ശ്രീരാമൻ്റെ സീതയുടെയും വിഗ്രഹമാണ് ഇവിടെ, ശിവൻ്റെ വിഗ്രഹം. അത് ഫോട്ടോ എടുക്കരുതെന്ന് കൂടെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ എല്ലാവരും ഫോട്ടോ എടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ ഞങ്ങൾ എടുക്കുന്നുണ്ട്. ഞങ്ങൾ തെറ്റിയെന്നാണ് ഞങ്ങൾ ക്ഷമിക്കണം. ഞങ്ങൾ സുന്ദരരാമേശ്വര സ്വാമീനെ ഞങ്ങൾ കണ്ടു. ഇവിടെ നിന്ന് ഈ ഗുഹയിലേക്ക് പോകാൻ ടിക്കറ്റ് എടുക്കാൻ പോകണം. ഗുഹയിലേക്കുള്ള ടിക്കറ്റ് അതവിടെ ക്യൂവിലോ ക്യൂവിലിക്കോ. അവിടെ ഒരു ഗുഹയുണ്ട്. ആ ഗുഹ കാണാനുണ്ട്. ഈ ഗുഹയുടെ ഉള്ളിലുള്ള കാഴ്ചകളാണ് കേട്ടോ. മുരുടേശ്വരം വന്നപ്പോൾ ശിവന്റെ വലിയ പ്രതിമയില്ലേ, ആ പ്രതിമയുടെ ചോടയാണ് ഈ ഗുഹയുള്ളത് കേട്ടോ. ആ ഗുഹയുടെ ഉള്ളിലുള്ള കാഴ്ചകളാണ് ഈ കണ്ടത് കേട്ടോ. ഒരാള് ഇത് നാരദര് മഹാലക്ഷ്മി മഹാവിഷ്ണു. ഇതിന് നല്ല AC ഉണ്ട് കേട്ടോ. ഇവിടെ ആളില്ല, വേണമെന്നോ. ആഹാ, പരമശിവനും പാർവതി. ഇതിന്റെ കഥകളൊക്കെ ഉണ്ട്. കഥകളൊന്നും എനിക്കറിയില്ല. ഇത് എന്തിട്ടാ പറയണതാ ചെയ്തോട്? ഇതിലത്തെ ഈ ഓരോരോ ശില്പങ്ങളുണ്ടല്ലോ, ഈ ശില്പങ്ങളുടെ പുറകിൽ വലിയ വലിയ കഥകളുണ്ട് കേട്ടോ. ഈ കഥകൾ എന്താണെന്നൊന്നും എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ. ഇതാ കണ്ട വേറൊരു സ്റ്റാച്ചു. രാവണനാന്ന് തോന്നുന്നു. അതാ തന്നെയാ രാവണന്റെ. ഇത് മുരുടേശ്വരിലുള്ള ആ വലിയ ശിവന്റെ പ്രതിമയുണ്ടല്ലോ, ആ പ്രതിമയുടെ ഉള്ളിലാണ് ഈ കാണുന്നതൊക്കെ കേട്ടോ. കഥകൾ എന്താണെന്ന് അറിയില്ലല്ലോ. സംഗതി ഇതുകളൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട്. അതാണ് ഈ പറയണത് അവര്. കൈലാസ
രസം. ഇതൊരു 5 ക്ഷേത്രങ്ങളുടെ മാതൃകയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഗോകർണ, സജീശ്വർ, ധാരേശ്വർ, ഗുണവണ്ടീശ്വർ, മുരുടേശ്വർ, അങ്ങനെ 5 ക്ഷേത്രങ്ങളുടെ മാതൃകയാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതിലെന്തോ പ്രാധാന്യമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു, എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ കേട്ടോ. അപ്പോൾ ഈ ഗുഹയുടെ ഉള്ളിലത്തെ കാഴ്ചകളൊക്കെ ഒരു ഇതാണ്ട് കഴിഞ്ഞു കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാൻ നല്ല രസമുണ്ട്. 20 രൂപയാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് കിടക്കാനുള്ള എൻട്രൻസ് ഫീസ് ഉണ്ട്. ഇത് നമ്മുടെ പുറത്തേക്ക് കിടക്കാൻ കേട്ടോ. അതേവിടെ പുറത്തേക്ക് കിടക്കാനുള്ള പുറത്തേക്ക് കിടക്കാം. അതിൻ്റെ ഉള്ളിലേക്ക് കടന്നപ്പോൾ എന്തൊരു സുഖം. അതിൻ്റെ ഉള്ളിലേക്ക് കടന്നപ്പോഴേ പുറത്തേക്ക് കിടന്നാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇത് അടുത്തതിനുള്ള ആളുകൾ അവിടെ ക്യൂ നിൽക്കണം. ഈ ഇതിൻ്റെ ക്ഷേത്രത്തിൻ്റെ ചുറ്റൊന്ന് പോയി നോക്കാം. ചുറ്റും എന്താണ് ഒക്കെ ഉള്ളതെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. അവിടെ അതാ ഒരു ചെറിയൊരു എന്തോ ഒരു ഇതൊക്കെ കാണുന്നുണ്ട്. അതെ, എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ. ഗണപതിയുടെ മുരുടേശ്വരൻ ഇരിക്കുന്നുണ്ടോ? മുരുടേശ്വരൻ അവിടെ അതായത് ഇതിൻ്റെ മുകളിൽ ഇരിക്കണം, ഇങ്ങനെ ചമ്രം പടിഞ്ഞിരിക്കണം. ഇതിൻ്റെ ചുറ്റൊന്നും നടന്നു നോക്കാം എന്താണ് സംഗതി എന്നുള്ളത്. ഇപ്പോൾ ചൂടത്തിൽ കുറഞ്ഞ നേരം കാലൊന്നും പോകാൻ ഇവിടേക്ക് ചെരുപ്പിട്ടെന്ന് പറയാനൊന്നും പാടില്ല. അപ്പോൾ മറ്റേ കരിങ്കല്ല് ഭാവി ഓർത്താണ് പ്രശ്നം അല്ലേ? കരിങ്കല്ല് ഭാവി ഓർത്താണ് പ്രശ്നം. വേണ്ട, പരമശിവൻ ഇരിക്കുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ അവിടെ മുകളിൽ സൂര്യന് നിൽക്കണ ആരാന്ന് കൃത്യമായിട്ട് കിട്ടുമില്ല എന്നുള്ള കാര്യം എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല കേട്ടോ. വെള്ളപ്പൊക്കം ഉണ്ടായപ്പോഴേ കേറിയില്ല. ഇതെന്ന് വെച്ചിട്ട് ഉയർന്ന പ്രദേശമല്ലേ, ഉയർന്ന പ്രദേശമായതുകൊണ്ട് കേറി. ഇവിടെ വലിയൊരു ബീച്ചുണ്ട് കേട്ടോ, കടൽ തീരം. വളരെ മനോഹരമായ കടൽ തീരമാണ് കേട്ടോ. ഇത് മുരുടേശ്വരന് മാത്രം സ്വന്തം. ഇത്രയും മനോഹരമായൊരു ബീച്ച് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല കേട്ടോ. ഇതവിടെ ചെറിയൊരു ദ്വീപുണ്ടല്ലോ, ഈ കടലിൻ്റെ നടുവിലായിട്ടൊരു ചെറിയൊരു ദ്വീപും കൂടി കാണുന്നുണ്ട്. കാണിച്ചു തരാം. ഒരു ദ്വീപ് കണ്ടോ? നടുവിലായിട്ടാണ് കേട്ടോ. നമുക്ക് തിരിച്ചു പോരാം. നല്ല പുൽത്തകടി, പുല്ല് നല്ല വിളഞ്ഞ് നിൽക്കണ പുല്ലുമായിട്ടുണ്ട്. പശുക്കൾക്കൊക്കെ തിന്നാനായിട്ടൊക്കെ നല്ല മധുരമുള്ള പുല്ലായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ നിന്നാലും മുരുടേശ്വരൻ്റെ ആ ഗോപുരം കാണാൻ കഴിയട്ടെ, എവിടെ നിന്നാലും കാണാൻ കഴിയും. ഇങ്ങനെ നീങ്ങി പോവാം. ആണോ ഇത്? പാമ്പിന്റെ വാല് കാണാം. വാലിന്റെ അവിടെ നിന്നിട്ട് ഈ ശില്പമൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ശില്പി ഉണ്ടല്ലോ, ആ ശില്പിനെയൊക്കെ സമ്മതിക്കണം കേട്ടോ. കാരണം ഇത്രയും മനോഹരമായിട്ടൊരു ശില്പമൊക്കെ ഉണ്ടാക്കി എടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എളുപ്പമുള്ള കാര്യമൊന്നുമല്ല, അതും ഇത്രയും വലുപ്പത്തിൽ. അതിലൊക്കെ അതാണ് അതിൻ്റെ ശിവന്റെ പിൻവശം. അവിടെ സൂര്യൻ്റെ പോലെ ആണോ, സൂര്യനെ പോലെ
അവിടെ എന്ത് പഴയകാല കൽപ്പടവോ എന്തൊക്കെ ഉണ്ടല്ലോ അവിടെ. ഇതിൽ ഞങ്ങൾ പോയി നോക്കാം എന്തൊക്കെയാണ് അവിടെ കാണാനുള്ളതെന്നുള്ള അറിയണ്ടേ. എന്താ നീ ഒന്നും മിണ്ടാത്ത, നീ ഒന്നും പറയണ കേൾക്കാനില്ലല്ലോ. അവിടെ നിർത്തിയാലോ? ഇത് നിനക്ക് നീ അവിടെ നിന്ന് കണ്ടോ? ഞാൻ കണ്ടില്ലല്ലോ. കുറവുണ്ട്, ആ ചൂടിന് ഇതിൽ കുറവ്. സമയം ഇത്രയും 3:45 ഇട്ടാ. ഞാൻ ഉള്ളിലേക്ക് കയറണ്ടേ? ഇവിടെ നിന്നിട്ട് നോക്കാം. അവിടെ പിന്നെ അതൊക്കെ ഒന്ന് വീഡിയോ എടുക്കണം. ടൈല് മാത്രം ചവിട്ടാൻ പറ്റില്ല. ഇവിടെ എന്തോ ഒരു ക്ഷേത്രമൊക്കെ ഉണ്ട് ഇവിടെ. ഇത് ശനിയുടെയോ കാക്കയുടെ പുറത്ത് ശനിദേവൻ ഇരിക്കുന്ന ഒരു വിഗ്രഹമാണ് ഇതിൻ്റെ മുകളിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. പിന്നെന്താ അവിടെ അർജുനന് ഗീതോപദേശം നൽകുന്ന ഇതാണെന്ന് തോന്നുന്നു. അവിടെ അർജുനന് ഗീതോപദേശം കൊടുക്കുന്നത്. ഈ ഭാഗങ്ങളൊക്കെ മൊത്തത്തിൽ കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. അത് കടലിൻ്റെ തിരമാല നോക്കി എന്തൊരു ഭംഗി നോക്കി വെളുത്ത് പാത്തപ്പിച്ചിട്ടാണ് ഇടുന്നത്. കണ്ടോ? ഒരു തേരിൻ്റെ രഥം. ഇവിടെയൊക്കെ വണ്ടികൾ പറക്കുന്ന സ്ഥലം. ഇവിടെ നിന്നുള്ള ഈ കാഴ്ച എങ്ങനെയുണ്ട്? നല്ല ഭംഗിയല്ലേ? ഞങ്ങൾ ഈ മുരുടേശ്വരി വന്നിട്ട് ഇതിൻ്റെ 4 ഭാഗത്ത് വന്നിട്ട് ഞങ്ങൾ അത് കണ്ടു. അപ്പോൾ ഞാൻ കണ്ടതിൽ ഏറ്റവും ഭംഗിയുള്ള ഭാഗം ഇതാണ്. ഇവിടെ നിന്ന് കാണാനാണ് ഏറ്റവും ഭംഗി. എന്താ വസന്തിയെ, ശരിയല്ലേ? നല്ല ഭംഗിയുള്ള ഭാഗമല്ലേ ഇത്? അപ്പോൾ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാം. അപ്പോൾ അതാ കണ്ടോ മുരുടേശ്വരൻ്റെ മറ്റേ ഗോപുരം. ഇതെന്താണെന്ന് അറിയാം? ഇത് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം ഇതെന്താണെന്നുള്ളത്. വാ. ഗീതോപദേശം. ശ്രീകൃഷ്ണൻ സാരഥിയായിട്ട് അർജുനന് ഗീത ഉപദേശിക്കുന്ന രംഗമാണ് ഇവിടെ ചിത്രീകരിച്ച് വെച്ചിട്ടുള്ളത്. എങ്ങനെയോ ഇപ്പം അങ്ങ് മനോഹരമായിട്ട് കാണാൻ പറ്റുന്നുണ്ടോ? കണ്ടോ എത്ര മനോഹരമായിട്ടാണ് ഇത് ചിത്രീകരിച്ചിരിക്കുന്നത്. അർജുനന് ശ്രീകൃഷ്ണൻ ഗീത ഉപദേശിക്കുന്നു. അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ ചായ കുടിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ. RNS കഫേ. അപ്പോൾ നമ്മളിവിടുന്ന് ഇപ്പോൾ ഇതൊക്കെ കണ്ടില്ലേ? ഇത് കണ്ടു. നമ്മുടെ മുരുടേശ്വര ഭഗവാൻ മലയുടെ മുകളിൽ ഇരിക്കുന്നത് കണ്ടു. ഇനിയിപ്പോൾ ഒരാളെ അന്വേഷിക്കണം. ആ പുള്ളി അവിടേക്ക് പോയതാ. അവിടെ നിൽക്കുന്നുണ്ട്. വാ, ആളെ ഇങ്ങോട്ട് ഇങ്ങോട്ട് നടന്നു പോവാം നമുക്ക്. അവിടെ കുറച്ച് തണലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. തലയിൽ കുട. മുരുടേശ്വരി വന്നിട്ട് മുരുടേശ്വരി എന്നുള്ള ഒരുവിധം കാഴ്ചകളൊക്കെ കണ്ട് ഇനി ഞങ്ങൾ താഴത്തേക്ക് ഇറങ്ങിയിട്ട് അവിടെ ആ ഗോപുരം ഉണ്ടല്ലോ, ആ ഗോപുരത്തിൻ്റെ ഉള്ളിലേക്ക് 4 മണിക്ക് കടക്കാനാണ് പറ്റുള്ളൂ എന്നാണ് അവിടെ പറഞ്ഞത്. അപ്പോൾ ഏകദേശം ഇപ്പോൾ 4 മണിയായിട്ട് കാലാണെങ്കിൽ ചുട്ട് പൊള്ളിയിട്ട് വയ്യ. ചെരുപ്പ് എടുത്ത് നടക്കാൻ ഇവിടെ അനുമതിയില്ല. ചെരുപ്പൊക്കെ താഴ്ത്താം. ആ ബാക്ക്ഗ്രൗണ്ടിൽ കണ്ടോ? ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ പരമശിവൻ അങ്ങനെ നമ്മളൊക്കെ അതിനെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുക. ഭയങ്കര വെയിലാട്ടോ. ചെരുപ്പിട്ട് ഇങ്ങോട്ട് കയറാൻ പാടില്ല. ചെരുപ്പൊക്കെ ഞങ്ങൾ താഴ്ത്തിട്ടിരിക്കുക.
ഈ നട്ടുച്ച നേരായാറേ റോട്ടിൽ ടാറ് ഇടുന്നുണ്ട്, പിന്നെ സിമെൻറ്റിൻ്റെ കട്ട ഇതിലൊക്കെ കാല് ചവിട്ടുമ്പോഴേ പൊള്ളിയിട്ട് ജീവൻ ചുട്ട് പൊള്ളിയിട്ട് ജീവൻ പോണു. എന്നാലും വേണ്ടില്ല, ഞങ്ങളിതൊക്കെ കണ്ടിട്ട് തന്നെ വരുള്ളൂ. കണ്ട് വീഡിയോ ഒക്കെ എടുത്ത് നിങ്ങൾക്കും കാണണ്ടേ, നിങ്ങളൊക്കെ ഞങ്ങളോട് വളരെയധികം സഹകരിക്കണം കേട്ടോ. കാണത്തവരും കാണണം. ഞങ്ങളൊക്കെ ഇത്രയും വയസ്സായ ആളുകളാണ്. വയസ്സായ ഞങ്ങളെയൊക്കെ നിങ്ങൾ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ആൾക്കാരൊക്കെ പോയിട്ടുണ്ടാവും, എന്നാലും നിങ്ങളൊക്കെ കണ്ടറിയുണ്ടാവും. എന്നാലും ഞങ്ങൾ കാരണം എന്നുള്ളത് ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. ഞങ്ങൾക്ക് എന്ത് ആഗ്രഹം തോന്നിയാലും ഞങ്ങളത് സാധിച്ചിരിക്കും. അതാണ് സജീവൻ വ്ളോഗ്. ഓക്കെ, ഇവിടെ പ്രതിമകളൊക്കെ ഒരുപാട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്താണ് സംഗതി എന്നൊന്നും എനിക്ക് കൃത്യമായിട്ട് അറിയില്ല കേട്ടോ. ഒക്കെ വീഡിയോ കാണിച്ചു തരാം. ഇതൊക്കെ കണ്ടില്ലെങ്കിൽ ഭയങ്കര നഷ്ടം തന്നെ കേട്ടോ. ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ വന്നത് കാണേണ്ടത് അത്യാവശ്യം തന്നെയാണ്. കുട നിർത്തിയിട്ട് വരുന്നത് ഭയങ്കര വെയിലാട്ടാ. കുടയൊക്കെ കയ്യിൽ വെക്കണം, മഴ സമയത്ത് വരാൻ പറ്റില്ല, നല്ല ചൂടാ. ഭഗവാനെ ഞങ്ങൾ തിരിച്ചു പോകാൻ കേട്ടോ. തിരിച്ചു പോവാ. എല്ലാ സഹായ സഹകരണങ്ങളും ഉണ്ടാവണേ. ഭഗവാനെ ഞങ്ങളെ നന്നായിട്ട് അനുഗ്രഹിക്കണേ. ഞങ്ങൾ ഈ വയസ്സന്മാരായ രണ്ടാള് ഇതിനെ കാണാനാണ് ഞങ്ങളിങ്ങോട്ട് വന്നത് കേട്ടോ. എത്രയോ കാലത്തെ ആഗ്രഹമാണെന്നറിയാമോ ഇതൊക്കെ ഞങ്ങളിപ്പോൾ നിറവേറ്റിയത്. ലിഫ്റ്റിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കല്ലേ. ഇത് നമ്മുടെ മുരുടേശ്വരിലുള്ള രാജഗോപുരം ഉണ്ടല്ലോ, രാജഗോപുരത്തിൻ്റെ 18ാം നിലയിൽ നിന്നുള്ള കാഴ്ചകളാണ് കേട്ടോ. ഈ രാജഗോപുരത്തിൻ്റെ വശങ്ങളിലുള്ള ജോലികളൊന്നും തീരാത്ത കാരണം ഇവിടെ പൈപ്പുകളൊക്കെ ഫിറ്റ് ചെയ്ത കാരണം കൃത്യമായിട്ട് ഒന്നും കാണാനായിട്ട് വലിയ രസമൊന്നുമില്ല. എന്നാലും കുഴപ്പമില്ല, ഇങ്ങനെയൊക്കെ കാണാം. അതായത് അവിടെയാണ് ഹൈവേയിലേക്ക് കുറച്ച് വഴി അങ്ങോട്ട് പോകാനുണ്ട്. ഞാൻ അപ്പുറത്ത് നോക്കാം. രാജഗോപുരത്തിലുണ്ടോ ഈ മുരുടേശ്വർ രാജഗോപുരത്തിൻ്റെ ഏറ്റവും മുകളിൽ 18ാം നിലയിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് കേട്ടോ. ഇവിടെ കൂടെ നോക്കണം, ആരെ കാണാനില്ല. അതേ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്ടോ. അവിടെ പണികൾ നടന്നുകൊണ്ടിരിക്കുക. നടന്ന് കയറാൻ വേണ്ടിയിട്ടാണ് ഒന്നുണ്ട് കേട്ടോ. രാജഗോപുരത്തിൻ്റെ ഏറ്റവും മുകളിലത്തെ 18ാമത്തെ നിലയെന്ന് എടുക്കുന്നത് കേട്ടോ. ഇവിടെ പുതിയ കൊച്ചിൻ്റെ തിരുത്തിയായിട്ടാണ്. എന്നിട്ട് നോക്കാം.